ഞാൻ പോന്നിരിക്കുന്നത് ഒരു ബൊഗൈൻ വില്ലയുടെ തോട്ടത്തിലാണ്. ബൊഗൈൻ വില്ല എന്ന സാധാരണ ബൊഗൈൻ വില്ലല്ല, ഇത് ബോൺസായി ആക്കി വളർത്തിയിട്ടുള്ള ബൊഗൈൻ വില്ലയാണ്. നിലമ്പൂർ പോത്തുവല്ലാണിത്. ഇത് വിൽപ്പന നടത്തുന്ന സാധനമാണ്. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. എന്താ പേര്? എന്റെ പേര് ജയ്സല്. ഇത് ശരിക്കും എല്ലാം ഇങ്ങനെ വളർത്തുന്നത് ബോൺസായി ആയിട്ട് വളർത്തുന്നതാണ്. ബോൺസായി ആയിട്ട് ബോഗൻവില്ല മാത്രമേ ഉള്ളൂ, ഓൺലി ബോഗൻവില്ലേ ഉള്ളൂ. പിന്നെ വേറെ പ്ലാന്റുകളൊന്നും ഇല്ലെങ്കിൽ ചെയ്തിട്ടില്ല. ഇത് ഗ്രാഫ്റ്റഡ് ആണ് കൂടുതല്, മൾട്ടി കളർ. എത്ര വർഷം ഇങ്ങനെ ബോഗനാക്കി വളർത്തുന്നെങ്കിൽ? ഇത് ഏകദേശം വർഷങ്ങൾ പഴക്കമുള്ള തടിയാണിത്. നമ്മളിത് ഒരു 8 വർഷത്തോളം ആയിട്ടുണ്ട്. അതിൽ ഗ്രാഫ്റ്റ് ചെയ്യാനല്ലേ, മാവൊക്കെ ചെയ്യണ പോലെ. ഇത് ബൊഗൈൻവില്ലിന്റെ തടി തന്നെയാണോ? ബോഗൻവില്ലയുടെ തടി തന്നെ, മറ്റുള്ള തടിയിൽ പറ്റില്ലല്ലോ. പറ്റില്ല. ഏകദേശം എത്ര വില ഒരു ശരിക്കും ഒരു ഇങ്ങനെയുള്ളതൊക്കെ കാരണം മോഹവിലയാണ്. ഒരു 40,000-50,000 രൂപയൊക്കെ ഈ ഒരു പ്ലാന്റിന്. ഇങ്ങനെ ചെറിയ പ്ലാന്റുകളൊക്കെ ചെറുതിനൊക്കെ ഒരു 15,000, 10,000, 5,000, 2,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ചെറിയ തൈകളുണ്ട്, നോർമൽ പ്ലാന്റുകൾ. ഒരു 200 രൂപ മുതലൊക്കെ ചെറിയ തൈകൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഓൺലൈനായിട്ട് ഇത് ഓൺലൈന് കൊടുക്കുന്നുണ്ട്. സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഈ വലിയ പ്ലാന്റ് വരെ കൊടുക്കുന്നുണ്ട് ഓൺലൈനിൽ. ഇപ്പൊ ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ വലിയ ബോക്സ് അടിച്ചിട്ട് അതിൽ നമ്മള് ബോക്സ് ആക്കിയിട്ട് മരത്തിന്റെ വുഡിന്റെ ബോക്സ് അടിച്ചിട്ട് അതില് പാക്ക് ചെയ്തിട്ട് നമ്മള് ഇന്ത്യയിൽ എവിടെ എത്തിച്ചെടുക്കും. അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തോട്ടോ നഴ്സറി ആയിട്ടുണ്ടല്ലോ. നഴ്സറി തുടങ്ങുന്നുണ്ടോ? നഴ്സറി ഇപ്പൊ തുടങ്ങുന്നുണ്ട് മഞ്ചേരി. അടുത്ത മാസം ഏകദേശം സ്റ്റാർട്ടിംഗ് ആയിട്ടുണ്ടാവും, ഓപ്പണിംഗ് ഉണ്ടാവും. പ്രൊമോഷൻ വീഡിയോ നല്ല ഞാൻ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണല്ലോ ഇപ്പൊ ഗെയിമില്ല. അപ്പൊ അതൊക്കെ വീഡിയോ എടുക്കാം. അതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അത്രയും വെറൈറ്റി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അത്രയും അതെല്ലാം ബഡ് ചെയ്തിട്ടാണ്. 90% ഗ്രാഫ്റ്റഡ് ആണ്. ഒരു സിംഗിൾ കളർ ഒന്നുമില്ല, ഒക്കെ മിക്സഡ് ആണ്. സിംഗിൾ കളർ ഇപ്പൊ നിങ്ങൾ കാണുന്ന ആ ഒരു വയലറ്റ് കളർ അങ്ങനെ അങ്ങനെയല്ല. ഈ വലിയ പ്ലാന്റ് ഫ്രൂട്ട് ഇതെല്ലാം ഫ്ലോർ ആയി വരുന്നുള്ളൂ. ഇതിന് വയലറ്റ് പിന്നെ ജസ്റ്റ് ഒരു വൈറ്റിന്റെ ഇടയിൽ കയറിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഗ്രാഫ്റ്റഡ് അല്ല ഒന്ന്. അത് ഗ്രാഫ്റ്റഡ് അല്ല, നോർമൽ ആയിട്ടുള്ള ഈ ഒരു കളറാണിത്. പക്ഷെ അതിന് നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇടയിൽ വൈറ്റ് ഉള്ള സ്ഥലത്ത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീടാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അവിടെ ബോൺസായികളുണ്ട്. മറ്റുള്ള ചെടികൾ? അതെ അതെ, ശരിക്കുള്ള ബോൺസായികൾ, ആൽമരങ്ങൾ, സൈക്കസ്. അങ്ങനെയുള്ള ബോൺസായിട്ട് ഭയങ്കര വില. അത് കൊടുക്കാനുള്ളതല്ല, അതെന്റെ ഒരു ക്രൈസാണ്. അത് നമ്മളൊരു ഹോബിയായിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. ഇത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ ബോൺസായി ആണല്ലേ, ഈ സൈക്കസ്. പക്ഷെ ഇതിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. നമ്മൾ കടലാസ് പറയുന്ന ബൊഗൈൻവില്ല ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ. ചെറിയ തൈകളാണ് നോർമലായിട്ട് കണ്ടിരുന്നത്. പിന്നെ നമ്മളൊക്കെ വീട്ടിൽ ഒറ്റ തൈ കെട്ടിയിട്ട് അതിങ്ങനെ പടർന്ന് പന്തലിച്ചെടുക്കുന്നല്ലാതെ പുറത്ത് വിദേശത്തൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് വിപണന നടത്തുന്നത്. നമ്മുടെ ഇന്ത്യയിലൊക്കെ, കേരളത്തിൽ കുറവാ. എനിക്കൊരു ശരിക്കും പറഞ്ഞത് ബിസിനസ് ആയിട്ട് തുടങ്ങിയതല്ല. ക്രൈസിൽ തുടങ്ങിയിട്ട് പിന്നെ അത് എനിക്ക് തോന്നിയ ബിസിനസ് ആക്കാമെന്ന് പിന്നീട് കുറെ ആയപ്പോ എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാനിപ്പോ ഒരു ഇതായിട്ട് തുടങ്ങിയത്. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ വീട്. അവിടുത്താണ് നിങ്ങളുടെ വീട്? ഇതാണ് എന്റെ വീട്. ഇവിടെ തന്നെ ഒരുപാട് ബോൺസൈസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഏത് ടൈപ്പാണ്? ഇത് നമ്മുടെ ഈ അഡീനിയം എന്നറിയില്ലേ, മരുഭൂമിയിലെ റോസ് പറയും. വെള്ളം കുറവാണ്, അതിന് ബോൺസായി ആണ്. അത് കുറച്ചൊരു 25-30 വർഷത്തോളം ബാക്കുണ്ട്. ഇതിന് മാത്രം? അതിന് പ്രായമുണ്ട്. അതുപോലെ തന്നെ സൈക്കസ്, ഇതെല്ലാം മരുഭൂമിയിലെ വലിയ ഒറ്റത്തടിയായിട്ട് അതിന്റെ ശരിക്കും അത് എന്റെ ഇത് മാറും. അതിന്റെ ഒരു എന്താ പറയാ, ഇതിന് പെട്ട തന്നെയാണ്. ഇതൊക്കെ സ്പോഞ്ചാലെന്ന് പറയും. പിന്നെ ലീഫ് ഉണ്ട് സ്പോഞ്ച് പോലെ. പിന്നെ അത് നമ്മുടെ സാധാരണ നമ്മുടെ പേരാല് ആൽമരം നാട്ടിലൊക്കെ കോമായിട്ട് കാണുന്ന. ഇത് വിദേശിയാണ്, ബെഞ്ചമിന എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈക്കസ് ആണ്. അതേപോലെ നമ്മളെ നല്ലതാണ്. ഇതിന്റെയൊക്കെ ഭംഗി എന്ന് പറഞ്ഞാൽ അതിന്റെ റൂട്ടാണ് കേട്ടോ. അതിന്റെ വർഷങ്ങള് കാണിക്കുന്നത് അതിന്റെ റൂട്ടിലാണ് കണ്ടോ. അതിന്റെയൊക്കെ അടിവാങ്ങല്ലേ ഇതുപോലെ ഒരുപാട് വർഷം പഴക്കമുള്ള, ഒരു 50 വർഷത്തിന് മേലെ പ്രായമുണ്ട് ഇതിനൊക്കെ. പിന്നെ ഇതാ ബോഗൻവില്ലയില് പുതിയൊരു ഹൈബ്രിഡ് ആണ്, സക്കൂറ ബെല്ലാക്ക പറഞ്ഞിട്ടൊരു പുതിയ കളർ കുറവല്ല. അല്ല, ഇത് ഈ ഒരു കളറാണ്. ഇത് ഭയങ്കര ഭംഗിയാണ് ഇത് കേട്ടോ. ഈ ഒരു ലൈറ്റ് പിങ്ക് ആയിട്ട് വരും. നിറച്ച് പോയിരിക്കും, ബ്രാഞ്ചുകൾ ഇഷ്ടംപോലെ വരും, നിറച്ച് പോയിരിക്കും. അതുപോലെ ഇത് വന്നിട്ട് ഇതാ, ഇത് നമ്മുടെ കല്ലാല്. ഇത് നമ്മൾ അവിടെ കണ്ട സാധാരണ നമ്മുടെ നാട്ടിലുള്ള കല്ലാല്. ഇവിടെയാണ് ഇതിന്റെ ഭംഗി കേട്ടോ. പേര് വളർത്തുന്നത്. ഇതിങ്ങനെ ആവണമെങ്കിൽ ഇത്രയും വർഷം കഴിയണം. നോർമൽ തൈ ക്രോപ്പിൽ തന്നെ ഒരു 10-25-30 വർഷത്തോളൊക്കെ ഏകദേശം ഉണ്ടാവും പ്രായം. ഇത് നമ്മുടെ വാഗമരല്ലേ, റോഡ് പൂവാക. ആ പൂവാകയുടെ ഒരു ബോൺസായി. ശരിക്കും ഇതിനെന്താ പറയും ഈ സാധനത്തിന്?
തേക്കുന്നത് അത് സാഫ് നമ്മുടെ ഫംഗിസൈഡാണ്. അത് തേക്കുണ്ട് അത് കട്ട് ചെയ്ത് മാത്രമേ തേച്ചെടുത്താൽ ഫംഗസ് ഒന്നും കയറാതിരിക്കും. പിന്നെ ഇത് നമ്മളെ വെള്ളില, നമ്മുടെ വെള്ളിത്താടിയൊക്കെ എടുക്കുന്ന വെള്ളിലുണ്ടല്ലോ, അതിന്റെ മോശം. ഇതിപ്പോ ഒരുപാട് കളർ ചെയ്തിട്ടുണ്ട്, എല്ലാ കളർ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു 4-5 കളറുകളുണ്ട് ഇതില്. എന്താ പറയുന്നത്, ഇതിന്റെ ഷേപ്പുണ്ട്. ഇതൊരു നല്ലൊരു ബോൺസായി ഷേപ്പിലുള്ളത്. ഇതെന്താ ഇതും ബെഞ്ചമിന പറഞ്ഞിട്ടുള്ളൊരു ആ വെറൈറ്റി പെട്ട ആ ഒരു ഫീച്ചേഴ്സാണ്. പിന്നെ സ്റ്റാൻഡിലൊക്കെ പുതിയ വെറൈറ്റികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൽമരങ്ങളൊക്കെ ചെറുത്. അത് ഇതിന്റെ ക്രൈസിലാണ്. നമ്മള് സമയമില്ലാന്നൊക്കെ വെറുതെ പറയാം. നമുക്ക് സമയം സമയം ഇല്ലാന്ന് വെറുതെ പറയാം. രാത്രിയിലൊക്കെ ഫുൾ സമയം ഫ്രീ അല്ലേ. വേറെ എന്തെങ്കിലും ചെയ്യണ്ടോ? വെൽഡിങ്ങിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ ആയല്ല അങ്ങനെ ഉണ്ട്. അത് മറ്റേ ഇതാണ്, മറ്റേ എന്താ പറയാ, ഈ വെരിക്കേറ്റഡ് ലീഫോ അങ്ങനത്തെ. അത് ശരി. ഇതാ ഈ ചെടിയാണ്. ഇതാ ബ്ലൂബെറി ഐസ് പറയും ഇതില്ലേ ഈ സാധനമാണ്. ഓക്കെ. ഇത് ഇല വേറെ ടൈപ്പ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇല ഇല വെരിക്കേറ്റഡ്. ഇതുണ്ട്, ഇത് നമ്മളവിടെ കണ്ട പോലെ ഉണ്ടോ? ഇവിടെ വേറെ ഉണ്ട് ഒരുപാട് ഏരിയയിൽ അദ്ദേഹം നട്ടു വളർത്തുന്നുണ്ട്. നമ്മ അവിടെ ചെറിയൊരു പോർഷനാണ് കണ്ടത്. പിന്നെ വീടിന്റെ മുന്നിലുള്ളത് വേറെ ഇതാണ്, ബോൺസായി തൈകളാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് വേറെ. ഇതെല്ലാം തന്നെ സെയിമുള്ളതാണ്. പുറത്തുനിന്ന് ദൂരത്തുനിന്ന് ആൾ കയറാറുണ്ട്. നേരിട്ട് അത് ഓൺലൈൻ മാത്രം. ഓൺലൈനുണ്ട്, അല്ലാതെ നേരിട്ട് ആളുകള് വീഡിയോ കണ്ട് വരാറുണ്ട്. അതൊരു സ്റ്റാൻഡിൽ കയറണം, അപ്പോഴതിന്റെ ഭംഗിയാണ്. അതായത് വാങ്ങാൻ താല്പര്യമുള്ളവർക്കൊക്കെ അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കാം. സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയില് നിലമ്പൂർ താലൂക്കില് പോത്തുകൽ പഞ്ചായത്തില്. അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തോട്ടോ നഴ്സറി ആയിട്ടുണ്ടല്ലോ. നഴ്സറി തുടങ്ങുന്നുണ്ടോ? നഴ്സറി ഇപ്പൊ തുടങ്ങുന്നുണ്ട് മഞ്ചേരി. അടുത്ത മാസം ഏകദേശം സ്റ്റാർട്ടിംഗ് ആയിട്ടുണ്ടാവും, ഓപ്പണിംഗ് ഉണ്ടാവും. അപ്പോ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. പ്രൊമോഷൻ വീഡിയോ എന്നല്ല, ഞാൻ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണല്ലോ ഇപ്പൊ ഗെയിമില്ല. അപ്പോ അതൊക്കെ വീഡിയോ എടുക്കാം. അതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അത്രയും വെറൈറ്റി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അത്രയും അതെല്ലാം ബഡ് ചെയ്തിട്ടാണ്. 90% ഗ്രാഫ്റ്റഡ് ആണ്. അപ്പോ ചെറുതായിട്ട് വന്നപ്പോൾ വീഡിയോ എടുത്താണ്. അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ വീഡിയോന്റെ താഴെ കൊടുക്കാം, വീഡിയോയിലേക്ക് കൊടുക്കാം. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തേക്ക്. ഓക്കെ, ബൈ.